നമുക്കറിയാം, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുകയും രാജ്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും മറ്റൊന്ന് പെർമനന്റ് എക്സിക്യൂട്ടീവും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് തലവന്മാരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവർ നിശ്ചിത കാലത്തേക്കാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ആ കാലയളവ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജനങ്ങളുടെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ അവർ വീണ്ടും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുള്ളൂ. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അതേസമയത്ത് ഇന്ത്യയിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അതാണ് ബ്യൂറോക്രസി, ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. UPSCയുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയും പരീക്ഷ എഴുതാനുള്ള കഴിവും അതുപോലെ ഓർമ്മശക്തിയും തുടങ്ങിയ നൈപുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷയുടെ പഠനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തി റിക്രൂട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. അവർ നിശ്ചിത കാലത്തേക്കെന്നല്ല, അവർ റിട്ടയർമെന്റ് കാലം വരെ അവർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തുടരും. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പെർമനന്റ് എക്സിക്യൂട്ടീവായ ബ്യൂറോക്രസിയും പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ആദ്യം നോക്കുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. യൂണിയൻ എക്സിക്യൂട്ടീവിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അധികാരങ്ങളും അവരുടെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്യൂറോക്രസിയെക്കുറിച്ച്, പെർമനന്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചും നോക്കുന്നുണ്ട്. യൂണിയൻ എക്സിക്യൂട്ടീവിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ആദ്യം നോക്കിയതിനു ശേഷം പിന്നീട് നമ്മൾ പെർമനന്റ് എക്സിക്യൂട്ടീവായ ബ്യൂറോക്രസിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 5 അധ്യായം 1 ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയുള്ള വകുപ്പുകളിലായിട്ട് യൂണിയൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മന്ത്രിമാരുടെ കൗൺസിൽ, മന്ത്രിസഭ, അതുപോലെ പ്രധാനമന്ത്രി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത്, ഭരണഘടനയുടെ ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 52 പ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രത്തലവനായിട്ട്, രാജ്യത്തിന്റെ പ്രഥമ പൗരനായിട്ട് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയെയാണ് ഭരണഘടന നിയമിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ആർട്ടിക്കിൾ 53B പ്രകാരം രാഷ്ട്രപതി ഇന്ത്യയുടെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡന്റാണ്. രാഷ്ട്രത്തിന്റെ തലവനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. പ്രഥമ പൗരനാണ്. ഇന്ത്യയുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫാണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പരോക്ഷമാണ്. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന പ്രത്യക്ഷ രീതിയല്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, പരോക്ഷമായിട്ടാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അടങ്ങുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ആർട്ടിക്കിൾ 55 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 55 പ്രകാരം രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി വിശദീകരിക്കുന്നുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ വോട്ടിംഗ് സിസ്റ്റത്തിന്റെ അനുസൃതമായി ഏക കൈമാറ്റ വോട്ടിംഗ് സിസ്റ്റം പ്രകാരമാണ് ഇന്ത്യയിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത്.
സംസ്ഥാന നിയമസഭയിലെയും പാർലമെന്റിലെയും കേന്ദ്ര പാർലമെന്റിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ വോട്ടുകളുടെ മൂല്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 55 പ്രകാരം കണക്കാക്കിയിട്ടുണ്ട്. അത് പ്രകാരം വോട്ടുകളുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒരു സ്ഥാനാർത്ഥി ഏറ്റവും കുറഞ്ഞ നിശ്ചിത വോട്ട് ഉറപ്പാക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ വോട്ടിന്റെ മൂല്യം കിട്ടുന്ന ആൾ സ്വാഭാവികമായിട്ടും വിജയിക്കും. പ്രസിഡന്റിന്റെ കാലാവധി ആർട്ടിക്കിൾ 56 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 56 പ്രകാരം പറയുന്നത് 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. കാലാവധി പൂർത്തിയായാൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഇന്ത്യൻ പ്രസിഡന്റിന് വ്യവസ്ഥയുണ്ട്. വീണ്ടും മത്സരിക്കാം, പിന്നെയും 5 കൊല്ലം കഴിയാം, പിന്നെയും മത്സരിക്കാം, ജയിക്കുകയാണെങ്കിൽ വീണ്ടും 5 കൊല്ലം, അങ്ങനെ വീണ്ടും മത്സരിക്കാം എന്നത് ഇന്ത്യയിലെ രാഷ്ട്രത്തലവന് വീണ്ടും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയത്ത് അമേരിക്കയിലൊക്കെ ഇപ്പോൾ 2 വട്ടം മത്സരിച്ചാൽ പിന്നെ 3ാമത് വട്ടം മത്സരിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയില്ല. ഇന്ത്യയിൽ എത്ര തവണയും കാലാവധി പൂർത്തിയാക്കിയാൽ വീണ്ടും മത്സരിക്കാവുന്നതാണ്. പ്രസിഡന്റിനെ നീക്കം ചെയ്യാനും സാധിക്കും. 5 വർഷമാണ് കാലാവധിയെങ്കിലും പ്രസിഡന്റ് ഭരണഘടനാ ലംഘന പ്രവർത്തനം നടത്തിയാൽ ആർട്ടിക്കിൾ 51A പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് വഴി നീക്കം ചെയ്യാനും സാധിക്കും. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് പാർലമെന്റിലെ ചില നടപടിക്രമങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭരണഘടനാ ലംഘനത്തിന്റെ പേരിൽ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യപ്പെടുമ്പോൾ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ ഇംപീച്ച്മെന്റിനുള്ള പ്രപ്പോസൽ അവതരിപ്പിക്കണം. ആ പ്രപ്പോസൽ 14 ദിവസത്തിന് ശേഷം ആ പ്രപ്പോസൽ അവതരിപ്പിച്ച ആ സഭയിൽ ചർച്ചയ്ക്ക് വെക്കുകയും അതിനുശേഷം ഇംപീച്ച്മെന്റിനുള്ള പ്രമേയം പാസ്സാക്കുന്നതിന് ആ സഭയിൽ വോട്ടെടുപ്പ് നടത്തുന്നു. സഭയിലെ മൊത്തം അംഗത്തിന്റെയും 2/3 ആളുകൾ കുറയാതെ ഭൂരിപക്ഷത്തിൽ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ, ഈ പ്രപ്പോസലിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് പാസ്സാവുകയും അത് മറ്റേ സഭയിലേക്ക് ആ പ്രമേയം പോവുകയും ചെയ്യുന്നു. മറ്റേ സഭയിൽ പ്രസിഡന്റിന്റെ കുറ്റം അന്വേഷിക്കുകയും പ്രസിഡന്റിനെ പറ്റി പറയപ്പെടുന്ന ഈ കുറ്റം അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. അത്തരം അന്വേഷണത്തിൽ ഹാജരാകാനും പ്രതിനിധീകരിക്കാനും രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്. അങ്ങനെ അതിനുശേഷം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നു. സഭയിലെ മൊത്തം അംഗത്തിന്റെയും 2/3 കുറയാത്ത ഭൂരിപക്ഷത്തിൽ ആ കുറ്റപ്രമേയം പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്കെതിരെ ഉയർന്ന കുറ്റം ശരിയാണെന്ന്, ആ കുറ്റം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്തു എന്ന് പാർലമെന്റ് പ്രഖ്യാപിക്കുന്നു. അതോടെ ആ പ്രമേയം പാസ്സായി. ആ തീയതി മുതൽ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. പിന്നീട് പ്രസിഡന്റിന് ആ പദവിയിൽ തുടരാൻ സാധ്യമല്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 58 പ്രകാരം ഒരാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത, ഒന്നാമതായി ഇന്ത്യൻ പൗരനായിരിക്കണം. മത്സരിക്കുന്ന ആൾ, ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടി മത്സരിക്കുന്ന ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പാർലമെന്റ് അംഗമാവാനുള്ള യോഗ്യത ആ വ്യക്തിക്കുണ്ടായിരിക്കണം. ഇന്ത്യ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ മറ്റേതെങ്കിലും അതോറിറ്റിയുടെയോ കീഴിൽ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാവാൻ പാടില്ല. അപ്പോൾ ഏതായാലും 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യക്കാരനായിരിക്കണം. പാർലമെന്റിൽ അംഗമാകാനുള്ള, ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാൻ ഒരാൾക്ക് കുറെ യോഗ്യതകൾ വേണം. ആ യോഗ്യത പൂർത്തിയായ ആളായിരിക്കണം. പാർലമെന്റിന്റെ അംഗമല്ല പ്രസിഡന്റ്, പക്ഷെ ആ യോഗ്യത പൂർത്തിയായിരിക്കുന്ന ആളായിരിക്കണം പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന ആൾ. അതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി രാജിവെച്ചിട്ട് വേണം മത്സരിക്കാൻ. ആ ജോലിയിൽ നിലനിൽക്കെ മത്സരിക്കാൻ പറ്റില്ല. രാഷ്ട്രപതിയുടെ ശമ്പളവും അലവൻസും എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രപതിക്ക് ശമ്പളവും അലവൻസും നൽകുന്നുണ്ട്. രാഷ്ട്രപതിക്ക് ഔദ്യോഗിക വസതിയുണ്ട്. പാർലമെന്റിന്റെ നിയമപ്രകാരം നിർണ്ണയിക്കുന്ന വേതനങ്ങളും അലവൻസുകളും പ്രത്യേക അവകാശങ്ങളും ഒക്കെ രാഷ്ട്രപതിക്ക് നൽകുന്നുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മളിനി നോക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്, ഭരണപരമായ അധികാരങ്ങളാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53 പ്രകാരം യൂണിയൻ എക്സിക്യൂട്ടീവ് അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും അദ്ദേഹത്തിന്റെ പേരിലാണ് നടത്തപ്പെടുന്നത്. എല്ലാ എക്സിക്യൂട്ടീവ് ഓർഡറുകളും പ്രസിഡന്റിന്റെ പേരിൽ ഉണ്ടാക്കുകയും നടപ്പാക്കുകയും വേണം. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ തലവനാണ്. ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവിലെയും ഉയർന്ന എക്സിക്യൂട്ടീവുകളെ ആ പദവിയിൽ നിയമിക്കുന്നത്. പ്രധാനമന്ത്രി ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്.
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയിലെയും സംസ്ഥാന ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസുമാർ, അതുപോലെ ജഡ്ജിമാർ, സംസ്ഥാന ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, UPSC ചെയർമാൻ, അങ്ങനെ തുടങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരും, കമ്മീഷൻ ചെയർമാനും അംഗങ്ങളടക്കം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ വിദേശത്ത് ഉള്ള ഇന്ത്യയുടെ അംബാസഡർമാർ, ഹൈക്കമ്മീഷണർമാർ തുടങ്ങി എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് നിയമങ്ങളും നടത്തുന്നത്, ആ നിയമനത്തിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ എല്ലാ നയതന്ത്ര പ്രവർത്തനങ്ങളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടക്കുന്നത്. എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ബഹുരാഷ്ട്ര ഉഭയകക്ഷി കരാറുകളും രാഷ്ട്രപതിയുടെ പേരിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നതും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതും ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരിലാണ്. രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ പരമോന്നത കമാൻഡർ ഇൻ ചീഫ്. രാജ്യത്തിന്റെ യുദ്ധവും സമാധാനവും പ്രഖ്യാപിക്കുന്നത് അദ്ദേഹമാണ്. പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട എല്ലാ ഉയർന്ന നിയമങ്ങളും സ്ഥാനക്കയറ്റങ്ങളും അദ്ദേഹമാണ് നടത്തുന്നത്. രാജ്യത്തിന്റെ സൈനികർക്ക് ധീരതക്കുള്ള പ്രശംസനീയമായ സേവനങ്ങൾക്കും നൽകുന്ന എല്ലാ ബഹുമതികളും പദവികളും നൽകുന്നതും അദ്ദേഹമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണം രാഷ്ട്രപതിയുടെ കീഴിലാണ് നടക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരം അദ്ദേഹം നിയമിക്കുന്ന ഗവർണർമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർ മുഖേന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഭരിക്കുന്ന ആളുകളെ നിയമിക്കുന്നതും അവർ എല്ലായ്പ്പോഴും രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്രപതിയാണ് അത്തരം സ്ഥലങ്ങളിൽ നേരിട്ട് തന്നെ ഭരിക്കുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഭരണം നടത്താനും രാഷ്ട്രപതിക്ക് പ്രത്യേക അധികാരമുണ്ട്. ഇന്ത്യയിലെ ഏത് പ്രദേശവും ആദിവാസി അല്ലെങ്കിൽ പട്ടിക വിഭാഗ പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് ഉണ്ട്. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത്, ഭരണപരമായ അധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രപതിക്ക് ചില നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്. കേന്ദ്ര നിയമനിർമ്മാണ അധികാരങ്ങൾ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 പ്രകാരം രാജ്യത്ത് നിയമനിർമ്മാണ സഭയായ യൂണിയൻ പാർലമെന്റ് എന്നത് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും അടങ്ങുന്നതാണ്. രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമല്ലെങ്കിലും പാർലമെന്റിലെ ഇരുസഭയിലും രാഷ്ട്രപതി അംഗമല്ലെങ്കിലും പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് ഭരണഘടന രാഷ്ട്രപതിയെ പറയുന്നത്. പാർലമെന്റിലെ ഏത് ബില്ലും പാസ്സാകണമെങ്കിൽ, ഏതൊരു ബില്ലും പാസ്സാകണമെങ്കിൽ രാഷ്ട്രപതിയുടെ ഒപ്പ് അനിവാര്യമാണ്. രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ പാസ്സാവുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണാധികാരമാണ്. പാർലമെന്റിനെ വിളിച്ചു ചേർക്കാനും അതിലെ ലോക്സഭ പിരിച്ചുവിടാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും ഓരോ വർഷവും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിന്റെ തുടക്കത്തിലും രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ലോക്സഭയുടെ 5 വർഷത്തെ കാലാവധി തീരുന്നതിന് മുമ്പ് രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം ഈ ലോക്സഭ പിരിച്ചുവിടാൻ സാധിക്കും. ഇരുസഭകളും തമ്മിലുള്ള എന്തെങ്കിലും അസാധാരണ ബില്ലുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടാത്ത തടസ്സങ്ങൾ ഉണ്ടായാൽ രാഷ്ട്രപതിക്ക് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനും സംയുക്ത സമ്മേളനം വിളിക്കാനും അധികാരമുണ്ട്. അതുപോലെ കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങി സാമൂഹ്യ സേവന മേഖലകളിൽ നിന്നുള്ള 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ മണി ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കാം. പാർലമെന്റ് പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ ഒപ്പ് ലഭിച്ചാലേ അത് നിയമമാവുകയുള്ളൂ. രാഷ്ട്രപതിക്ക് ഏത് ബില്ലിലും പുനർപരിശോധനയ്ക്ക് അയക്കാൻ പാർലമെന്റിന് തന്നെ തിരിച്ചയക്കാൻ സാധിക്കും. എന്നിരുന്നാലും പാർലമെന്റ് ഇത് 2ാം തവണയും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ബില്ല് തന്നെ സ്വമേധയാ ആ പാസ്സായ ബില്ല് സ്വമേധയാ നിയമമാകും. അതുകൊണ്ട് 2ാമതും വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പുവെക്കൽ നിർബന്ധമാണ്. അതുപോലെ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ നിയമം നിർമ്മിക്കുന്നതിന് ആവശ്യമായി വന്നാൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. അത്തരം ഓർഡിനൻസ് 6 ആഴ്ച അവസാനിക്കുമ്പോഴേക്കും പാർലമെന്റ് വിളിച്ചു ചേർത്ത് പാർലമെന്റിന് മുമ്പാകെ വെക്കണം. ആ നിയമം പാർലമെന്റിലെ ഇരുസഭയുടെയും അംഗീകാരം നേടിയാൽ മാത്രമേ പിന്നീട് അത് നിലനിൽക്കുകയുള്ളൂ. ഏതായാലും പാർലമെന്റ് കൂടാത്ത സമയത്ത് നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഓർഡിനൻസ് ഇറക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇതൊക്കെയാണ് നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് സാമ്പത്തിക അധികാരമാണ്. രാഷ്ട്രപതിക്ക് ചില സാമ്പത്തിക അധികാരമുണ്ട്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു മണി ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കാനാകില്ല. ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ട് നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്രതീക്ഷിതമായ ചെലവ് നികത്തുന്നതിന് അതിൽ നിന്ന് ചെലവ് ഓർഡർ ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്.
കാലാകാലങ്ങളിൽ രാഷ്ട്രപതി ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നുണ്ട് രാജ്യത്ത്. അത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിതരണത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരം സാമ്പത്തിക രംഗത്തെ അധികാരങ്ങളും പ്രസിഡന്റിന് ഉണ്ട്. ജുഡീഷ്യൽ അധികാരങ്ങളാണ് പ്രസിഡന്റിന്റെ ജുഡീഷ്യൽ അധികാരങ്ങൾ. ഏതെങ്കിലും വ്യക്തിക്കു ഇന്ത്യയിലെ പരമോന്നത കോടതി കുറ്റകൃത്യത്തിൽ വധശിക്ഷയോ മറ്റു ഉയർന്ന ശിക്ഷയോ വിധിച്ചാൽ അയാൾക്ക് മാപ്പ് നൽകാനോ ഇളവ് നൽകാനോ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പൊതുപ്രാധാന്യമുള്ള ഏത് ചോദ്യവും സുപ്രീം കോടതിയോട് അഭിപ്രായത്തിനായി രാഷ്ട്രപതിക്ക് അത് സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരമൊരു ഉപദേശം നൽകാൻ സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ബാധ്യസ്ഥമാണ്. പ്രസിഡന്റിന് ഉപദേശം നൽകാൻ, നിയമപരമായിട്ടുള്ള ഉപദേശം നൽകാൻ സുപ്രീം കോടതി ബാധ്യസ്ഥമാകും. ഇത്തരം കാര്യങ്ങളാണ് ജുഡീഷ്യൽ അധികാരങ്ങൾ. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും ഇന്ത്യയുടെ പ്രസിഡന്റിനുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ഭരണഘടന പ്രസിഡന്റിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കാൻ സാധിക്കും. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നീ 3 അടിയന്തരാവസ്ഥയും പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ സാധിക്കും. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമായാൽ ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. 1962 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 75 ആഭ്യന്തര അസ്വസ്ഥതകൾ തുടങ്ങിയ കാരണങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 75 ആഭ്യന്തര അസ്വസ്ഥതകൾ തുടങ്ങിയ നാളുകളിൽ ഈ 3 സമയങ്ങളിലും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാലങ്ങളിലെ പ്രസിഡന്റുമാരാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സംസ്ഥാന അടിയന്തരാവസ്ഥ ഉണ്ട്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങളുടെ പരാജയം മൂലമാണ് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഈ അടിയന്തരാവസ്ഥ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം എന്നും അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനാ വ്യവസ്ഥകൾക്കനുസൃതമായി ഒരു സംസ്ഥാനത്ത് ഭരണം നടത്താൻ കഴിയില്ലെന്ന് സംസ്ഥാന ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് സാധിക്കും. അത്തരം അടിയന്തരാവസ്ഥ 6 മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം. അങ്ങനെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് സാധിക്കും. മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരതക്കോ ക്രെഡിറ്റിനോ ഭീഷണി ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സാഹചര്യമുണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമായാൽ ആർട്ടിക്കിൾ 360 പ്രകാരം അദ്ദേഹത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കാം. അത്തരം അടിയന്തരാവസ്ഥ 2 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം. പ്രഖ്യാപിച്ച് 2 മാസത്തിനകം പാർലമെന്റ് വിളിച്ചുകൂടി അത് അംഗീകരിക്കുകയും വേണം. ഇത് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം രാഷ്ട്രപതിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ സമയത്ത് സംസ്ഥാന നിയമസഭ പാസാക്കിയ എല്ലാ മണി ബില്ലുകളും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള വരുമാനത്തിന്റെ വിതരണം രാഷ്ട്രപതിയാണ് ആ സമയത്ത് തീരുമാനിക്കുക. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തത്വങ്ങളും പാലിക്കാൻ ആ സമയത്ത് സംസ്ഥാനങ്ങൾ പ്രസിഡന്റ് പറയും പോലെ ചെയ്യേണ്ടി വരും. ഏതായാലും പ്രസിഡന്റാണ് ആ സമയത്ത് എല്ലാവിധ സാമ്പത്തിക ക്രയവിക്രയങ്ങളും രാജ്യത്ത് നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ, അത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്ന തന്നെ ഒരു രാഷ്ട്രത്തലവനുള്ളത് കൊണ്ടാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുള്ളത് കൊണ്ടാണ്. അതാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫാണ്. ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവുകളുടെ തലവൻ അദ്ദേഹമാണ്. ഇനി നമുക്ക് വൈസ് പ്രസിഡന്റ് ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. വൈസ് പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.